ഹേ ഗായ്സ്, അപ്പം നമ്മൾ ജോധ്പൂരിൻ്റെ വിശേഷമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ജോധ്പൂരിൽ 2 പാലസ് കണ്ടു. അതിനുശേഷം നമ്മൾ രാജസ്ഥാൻ്റെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓസിയനിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓസിയനിലേക്ക് പുറപ്പെട്ടു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന വഴി കുറേ ധാബകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ ജോധ്പൂരിൽ നിന്ന് ഓസിയനിലേക്ക് പോകുന്ന വഴി ടിൻവാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജസ്ഥാനി റെസ്റ്റോറൻറ്റ് കണ്ടു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ദാദി കി ദാനി എന്നാണ് കേട്ടോ. മീൻസ് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണശാല എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. എന്താ പറയുക, പക്ക ഒരു ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയില്ലേ, ഏതായിരുന്നു അവസ്ഥ. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അതിൻ്റെ പേര് മാക്കി താനി എന്നാട്ടോ. അതായത് ഒരു രാജസ്ഥാനി താലിയാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് മീൻസ് ഒരുപാട് വിഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ലഹസൂൺ ചട്നി, അതായത് വെളുത്തുള്ളി ചട്നി, റാബ്ഡി, കഡ്കി, തൈര്, സബ്ജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു താലിയാണിത്. ഇതാണ് രാജസ്ഥാനിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ കഴിക്കുന്ന ഈ ഒരു ബാജ്ര റൊട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കമ്പ് പൊട്ടിച്ചുണ്ടാക്കുന്ന ഒരു റൊട്ടി എന്നൊക്കെ കേട്ടോ പറഞ്ഞു. എനിക്ക് എക്സാക്റ്റ് എൻ്റെ പേരൊന്നും ഓർമ്മയില്ല. എനിവേ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്. ഇതുപോലെ നമ്മൾ പക്ക നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് അവരുടെ ഇത്രയും ഒരു ദേശീയ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവർ വന്ന ശേഷമാണ് അവർ ലൈവായിട്ട് അപ്പോൾ ചൂടോടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡ് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് കാണാൻ പറ്റും. അത് നോക്കിക്കേ, ഇവൻ്റെ പേര് മാനവ് എന്നാണ് കേട്ടോ. അവൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്നത് കണ്ടിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ സ്പൂണൊക്കെ എല്ലാവർക്കും കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര യുണീക്കുമായി തോന്നിട്ടോ. ഭയങ്കര ആക്റ്റീവായിരുന്നു അവൻ. അവൻ്റെ അച്ഛൻ ചെയ്യുന്നത് പോലെ തന്നെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ എല്ലാവരിലേക്കും എത്തുന്നുണ്ടായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു എല്ലാം കൊണ്ടും. അവൻ്റെ അച്ഛൻ പറയണ പോലെ തന്നെ ഓരോരുത്തരെ വെൽക്കം ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. हाँ बोलो राम राम बोलो। राम राम। दादी का दादी का खाना कैसा लगा वो भी बताना। राम सा कर दो। ये देखो ये यही बोल रहा है। അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സുഭക്ഷയായ ശേഷം നമ്മളിത് ഓസിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓസിയനിലെ താർ മരുഭൂമിയിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാജസ്ഥാൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആകെ പെട്ടെന്ന് ഓടി കയറി വരുന്നത് മരുഭൂമിയും കുറേ ഒട്ടകങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇനി രാജസ്ഥാനിൽ വന്നിട്ട് മരുഭൂമിയും ഒട്ടകവും കണ്ടില്ല എന്ന് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഓസിയനിലേക്ക് വന്നതാണ്. ഒരുപാട് വലിയ മരുഭൂമിയും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഒരു ചെറിയൊരു മരുഭൂമിയും പോലത്തെ ഒരു സ്ഥലവും അതിൽ കുറേ സഫാരി, ജീപ്പ് സഫാരിയും ക്യാമൽ സഫാരിയും ഒക്കെ നടക്കുന്ന ഒരു താർ മരുഭൂമിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയതും നമ്മുടെ ചുറ്റും ഇങ്ങനെ പൊതിയും ആൾക്കാർ ഇത്ര രൂപയ്ക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ജീപ്പ് സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ സഫാരി നടത്തുക കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ഒരു മേലോട്ടാണ് ഇത് പോകുന്നത്. ഈ ഒരു ജീപ്പിൽ പോകുമ്പോൾ ഈസി ആയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ തോന്നും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര കുലുക്കമായിരുന്നു. ഞങ്ങളിലൊക്കെ വല്ലാണ്ടായി, അത്രയും കുലുക്കം ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഒരുമാതിരി റൈഡർ കണ്ണാപ്പി പോലത്തെ ഒരാളായിരുന്നു ഡ്രൈവർ. സോ അപ്പോൾ ഭയങ്കര കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ടോപ്പിലെത്താനാവുമ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് കണ്ട പാരച്യൂട്ട് അടുത്തുനിന്ന് കാണാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതുപോലെ കുറേ പേര് പാരച്യൂട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ക്യാമൽ സഫാരി നടത്തുന്നുണ്ടായിരുന്നു, ജീപ്പ് സഫാരി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നട്ടപ്പറ വെയിലായിരുന്നു. ഇവിടെ നിന്ന് വലിയ കാര്യത്തിൽ ഞാനും മാളുമൊക്കെ ഞങ്ങൾ ക്യാമൽ സഫാരി നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതെങ്കിലും അവിടുത്തെ വെയിൽ കണ്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വന്നാൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ എത്തിയപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കുറച്ചും കൂടി അറിയുക ഒരു സൺസെറ്റ് സമയത്താണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു മിഡ് ടൈമിലായിരുന്നു, അതായത് സൺസെറ്റ് ആയിട്ടില്ല.
അതുകൊണ്ട് തന്നെ തലയുടെ നേരെ വേദന നിൽക്കുന്നുണ്ടായിരുന്നു സൂര്യൻ. അതുമാത്രമല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി ഒരു ആംബിയൻസ് ഉണ്ടാവുക സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ രാജസ്ഥാനിൽ പല ഫോട്ടോസും കണ്ടിട്ടുള്ളത്. എനിവേ എന്തായാലും ആ സമയത്ത് ആ ഒരു സ്ഥലത്ത് വരാനും കാണാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. ഇതിനും മാത്രം ആൾക്കാർ എവിടെ നിന്നാണെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓരോരോ ജീപ്പുകളായിട്ട് ഒന്നിന് പുറകെ ഒന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരുമാതിരി തമിഴ് സിനിമയിലെ വില്ലന്മാരുടെ പിന്നാലെ വരൂലേ എന്ന പോലെ ഇങ്ങനെ ജീപ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങ് ജയ്സൽമീർ വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓസിയൻ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി രാജസ്ഥാനിൽ വന്നിട്ട് മരുഭൂമിയും ഒട്ടകവും കണ്ടില്ല എന്നുള്ള പരാതി ഇവിടെ തീർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സഫാരിയും തീർത്ത് അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ, സീ യു ഓൾ.